അവർക്ക് കോട്ടയത്ത് നിന്ന് MP ഉണ്ട്, കടുത്തുരുത്തിയിൽ നിന്ന് MLA ഉണ്ട്, തൊടുപുഴയിൽ നിന്ന് MLA ഉണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു പാർട്ടിയെ ഈ പറയുന്ന ഞാൻ പറയുന്ന അടിത്തട്ടിൽ ഇപ്പോൾ ബൂത്ത് തലങ്ങളിലൊന്നും വലിയ കമ്മിറ്റികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ തന്നെയും കുറച്ചൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടി സംവിധാനത്തോടു കൂടി പ്രവർത്തിച്ച് മുൻപോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ ജോസഫ് ഗ്രൂപ്പിനെയൊക്കെ ഈ 4 സീറ്റുകളിലേക്ക് ഒതുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് കാണിക്കുന്ന ഏറ്റവും വലിയൊരു തെമ്മാടിത്തരമാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കേരള കോൺഗ്രസിന് അണികളില്ല എന്ന് ആദ്യം പറഞ്ഞു തുടങ്ങിയത് വൈറ്റ്സ് ഓൺ TV ന്യൂസ് തന്നെയാണ്. നമ്മൾ തന്നെയാണ് ഏറ്റവും ആദ്യം പറഞ്ഞു തുടങ്ങിയത്. അതൊരു പൊളിറ്റിക്കൽ റിയാലിറ്റി തന്നെയാണ്. പക്ഷെ അപ്പോഴും നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതിനകത്ത് കോൺഗ്രസ് ഇപ്പോൾ കാണിക്കുന്നത് വിഡ്ഢിത്തരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഡ്ഢിത്തരമാണ് എന്ന് പറയേണ്ടി വരും. വിഡ്ഢിത്തരമല്ല എന്ന് ചോദിച്ചാൽ വിഡ്ഢിത്തരം അല്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതെന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി സീറ്റ്, അതോടൊപ്പം തന്നെ കോതമംഗലം സീറ്റ്, കുട്ടനാട് സീറ്റ്, ഏറ്റുമാനൂർ സീറ്റ്, ചങ്ങനാശ്ശേരി സീറ്റ്, തിരുവല്ല സീറ്റ്, ഈ 6 സീറ്റുകളാണ് കോൺഗ്രസ് ഏറ്റെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്.